السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن ابن عباس رضي الله عنهما عن النبي صلى الله عليه وسلم أنه قال: ما من رجل مسلم يموت فيقول على جنازته 40 رجلا لا يشركون بالله شيئا إلا شفعهم الله فيه. റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിലെ 948 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഓരോ മുസ്ലിമായ മനുഷ്യനും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടുന്ന, പ്രത്യേകിച്ചും ഇന്നത്തെ പ്രഭാതത്തിൽ ആലോചിക്കേണ്ടുന്ന വളരെ ഗഹനമായൊരു വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സൗഹൃദ ബന്ധങ്ങൾ, കോണ്ടാക്ട്സ്, പഠനകാലം മുതൽ ജോലി, വിവാഹം, നാട്ടിൽ താമസിക്കുന്നത് വരെ പരിശോധിച്ചു നോക്കിയാൽ ഏറ്റവും ചെറിയ ഒരു 780 രൂപ കൊടുത്താൽ കിട്ടുന്ന, വിളിച്ചാൽ കിട്ടാനുമുള്ള ഫോണിൽ പോലും 500-ലധികം കോണ്ടാക്റ്റുകൾ കൊടുത്താൻ കഴിയും. ഇമെയിലും ഫോണിൻ്റെ ഫെസിലിറ്റിയും അനുസരിച്ച് ഇത് 1000-ങ്ങളിലേക്ക് കിടക്കും. ഈ 1000-ങ്ങളിൽ നിന്ന് നമ്മളൊരു അത്യാവശ്യ ഘട്ടത്തിനൊരു ലിസ്റ്റ് തയ്യാറാക്കാം. ഇപ്പോൾ മകൻ്റെയോ മകളുടെ വിവാഹം ക്ഷണിക്കണമെങ്കിൽ അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കും. മറ്റേതെങ്കിലും കല്യാണം അതിൽ നിന്ന് കുറച്ചുകൂടി മാറി ആ 1000-ൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കല്യാണത്തിന് വിളിച്ച ലിസ്റ്റിൽ നിന്ന് ഒരു 4 ദിവസം മാറി നിൽക്കുമ്പോഴത്തേക്ക് ലിസ്റ്റിൻ്റെ എണ്ണം ചുരുങ്ങും. വിരുന്നിനാണ് വിളിക്കുന്നതെങ്കിലും അതിൻ്റെ 4-ൽ 1 പോയിട്ട് 10-ൽ 1 ചുരുങ്ങും. ഇങ്ങനെയുള്ള ലിസ്റ്റ് തയ്യാറാക്കുന്നതിനിടയിൽ നമ്മുടെ മരണത്തിന് ശേഷം നമുക്ക് ഉപകരിക്കുന്ന എത്ര പേരുണ്ട് നമ്മൾ ലിസ്റ്റ് നോക്കുക. ഉമ്മ ജീവിച്ചിരിപ്പില്ല, വാപ്പല്ല, ഇനി നാളെ ഭാര്യയോ ഭർത്താവോ മക്കളോ കുടുംബമോ ആരുണ്ടാവുമെന്ന് അറിയില്ല. മരണം എന്നുള്ളത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഒരു മുദ്രപത്രത്തിൽ എഴുതി തന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബോണ്ടായിട്ട് എഴുതി തന്നതല്ല, മറിച്ച് ഇങ്ങോട്ട് കടന്നു വരുന്നതിന് മുമ്പേ ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് കയ്യിൽ തന്നിട്ടല്ലാതെ ഒന്നിനെയും അള്ളാഹു പറഞ്ഞയച്ചിട്ടില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിന്റെ 2-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് മരണവും ജീവിതവും, അവിടെ മരണം വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നു. എന്നാൽ ആദ്യം ഉപകാരപ്പെടുന്ന, അതല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായ ശരീരം ഇനി ഈ നാട്ടിൽ ഒരാൾക്ക് പോലും ഒരു ദർശനത്തിന് കിട്ടാത്തൊരവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കി, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ മരിച്ചാൽ ആ മയ്യത്തിനോട് കാണിക്കുന്ന അനാദരവാണ്. മൻവിയത്തിനെ അനാദരിക്കാൻ പാടില്ല, അതിൻ്റെ എല്ല് പൊട്ടിക്കാൻ പാടില്ല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ആദരവോടുകൂടി അതിനെ സംസ്കരിച്ച് കബറടക്കണം. പക്ഷേ എത്രയോ ദിവസങ്ങൾ കടത്തി ശരീരഭാഗങ്ങളൊക്കെ പിന്നീട് 1/2 മണിക്കൂറിലധികം കാണാൻ പോലും വെക്കാൻ പറ്റാത്ത രൂപത്തിൽ വികൃതമായി മലീമസമാകുന്നൊരവസ്ഥയിലേക്ക് നീളുന്നു. എന്നാൽ ഇതൊന്നുമല്ലാതെ എന്നെ കൊണ്ടുപോയിട്ട്, നമ്മളങ്ങനെ സ്വപ്നം കാണും, പലതും സ്വപ്നം കാണുന്നത് പോലെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പള്ളിയുടെ 1-ാമത്തെ സൊഫിൽ, അതുവരെ ഞാൻ ചവിട്ടിയിട്ടില്ല. നാട്ടിലെ പല ആളുകൾക്കും ചവിട്ടാൻ കഴിഞ്ഞെങ്കിലും ചില ആളുകൾക്കൊന്നും ഇപ്പോഴും 1-ാമത്തെ സൊഫിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. 2-ാമത്തെ സൊഫിലില്ല, അവർ 3-ലില്ല, 4-ലില്ല. ജുമാക്ക് വന്നാൽ വന്ന് അത് ഏകദേശം ഗേറ്റ് വരെ എത്തി തിരിച്ചു പോകുന്ന ആൾക്കാരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം അയാളെ മുമ്പിൽ വെച്ചിട്ട് ബാക്കിയുള്ള നിസ്കരിക്കുമല്ലോ. അങ്ങനെ നിസ്കരിക്കുന്ന ഒരു ഘട്ടമെത്തുമ്പോൾ എൻ്റെ പിന്നിൽ, എൻ്റെ മയ്യത്തിൻ്റെ പിന്നിൽ നിൽക്കാൻ പറ്റുന്ന എത്ര പേരുണ്ടാകും? അതാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു, ഏതൊരു മനുഷ്യൻ മുസ്ലിമായിട്ട് മരിച്ചാലും ഫയഖൂമു അലാ ജനാസതിഹി, എന്നിട്ട് അയാളുടെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി ആളുകൾ നിൽക്കുന്നു. 40 റജുലൻ, മറ്റൊരു ഹദീസിലുള്ള 100 എന്നാണ്, 40. ഈ ഹദീസിൽ മറ്റൊരു ഹദീസിലുള്ളത് 100 എന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ 100-ന്റെയും 40-ന്റെയും ഇടയിൽ തനിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ആൾക്കാർ. അതിനിപ്പോൾ എന്താ പണി? ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും 1000-കണക്കിന് ആളുകൾ നിസ്കരിക്കാൻ. അതായിരിക്കും നമ്മുടെ മനസ്സുകളോട് പറയാം. പക്ഷെ ശേഷം റസൂൽ പറയുന്നത് അറിയോ? ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅൻ, അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യാത്ത, ഷിർക്കിൻ്റെ ഒരു അംശവും കടന്നു വന്നിട്ടില്ലാത്ത എത്ര പേരുണ്ടാവും?
അതാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടത്. ഇല്ല ശഫഅഹുമുല്ലാഹു ഫീഹി, ആ 40 പേർ ആത്മാർത്ഥമായി ഈ മയ്യത്തിന് വേണ്ടി അല്ലാഹുമ്മ യഗ്ഫിർ ലഹു എന്ന് തുടങ്ങുന്ന ദുആ ഉണ്ടല്ലോ മൂന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിൽ, അതതിൻ്റെ അവസാനം വരെ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 40 മുവഹിദുകളുടെ ശഫാഅത്ത് സ്വീകരിക്കും. ഈ മയ്യത്താകുന്ന എനിക്ക് ഈ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കാനുള്ള ഈ മയ്യത്ത് കട്ടിലിൽ നിന്ന് എടുത്ത് സ്ട്രെച്ചറിൽ കിടത്തി ഇവിടെ മുഖം തുറന്നു വെച്ചിരിക്കുക. കാരണം മകൻ വരാൻ കുറച്ച് ലേറ്റായി, അപ്പോൾ അവനൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഏറ്റവും വേണ്ടപ്പെട്ട ഉറ്റവരായ ഉടവരായ ആൾക്കാർ വരാൻ സമയം വൈകിപ്പോയി. മയ്യത്ത് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ കാർ കൊടുത്ത് അങ്ങോട്ട് വന്നതാണ്. അവിടെ വെച്ചിട്ടാണ് സ്ട്രെച്ചറിൽ നീ മുഖം ഒന്ന് തുറന്നു കൊടുക്കുന്നത്. ആ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരിൽ എത്ര 40 പേരുണ്ടാവും. അത് ലിസ്റ്റ് ചെയ്യണം ഇന്ന് രാവിലെ. അതിനുവേണ്ടി ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായ ജീവിതം അവസാനിപ്പിച്ച് ഉഖ്റവിയായ ലോകത്തിലേക്കുള്ള പ്രവേശനം ആരംഭിക്കുമ്പോൾ ആ പ്രവേശന കവാടത്തിൻ്റെ തൊട്ട് മുൻപുള്ള സന്ദർഭത്തിൽ തനിക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ 40 ആൾ എങ്കിലും ഉണ്ടാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ വീഴ്ചയും അബദ്ധങ്ങളും അനർത്ഥങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കേണ്ടത് 40 പേരോടെങ്കിലും അത്യാവശ്യം നമ്മൾ പലതും കല്യാണത്തിന് നിശ്ചയം നിക്കാഹ് എന്നൊക്കെ പറയുന്നത് പോലെ കാണുന്നതിൽ നമുക്ക് തോന്നുകയാണ് പടച്ചോനെ ഇയാൾ ചെറുക്കൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അയാളോട് പറയാം ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങൾ ഉണ്ടാകണേ എന്ന് വസിയ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം 40 പേരുടെ ഭാഗ്യം നമുക്ക് കിട്ടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്ന എല്ലാവിധ തെറ്റുകൾക്കും പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി പ്രയാസപ്പെട്ട ആശുപത്രികളിലും വീടുകളിലും ഈ മജ്ലിസിലും കഴിഞ്ഞുകൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ നമുക്ക് ഏവർക്കും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അല്ലാഹു അവന്റെ പ്രവിശാലമായ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും മാറ്റിവെച്ച് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായിമാരോട് പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ മഹാഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങൾ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായത് അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും ഔലിയാക്കളും ശുഹദാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളുമുള്ള പാരത്രികമായ ലോകത്ത് ആ സ്വർഗത്തിലെത്താനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.